ഷെയർ ഹോൾഡേഴ്സ് മെമ്പർമാരെ, വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. കാരണം ഇന്ന് നവംബർ 28 മുതൽ ഡിസംബർ 15 വരെ ഡയമണ്ടിൻ്റെ വിവിധ തരത്തിലുള്ള അത്യാധുനിക രീതിയിലുള്ള ഒരുപാട് മോഡൽസുമായി ഇവിടെ ഡയമണ്ട് കളക്ഷൻ 15 ദിവസത്തേക്ക് തുടങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു ജ്വല്ലറിയാണ് സുൽത്താൻ ജ്വല്ലറി എന്ന് പറയാൻ ഞാൻ ഈ അവസരം. പ്രതീകമായി കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ കേരളത്തിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധിയായ ബ്രാഞ്ചുകൾ തുടങ്ങിക്കൊണ്ട് ജനഹൃദയങ്ങൾ സ്ഥാനം പിടിച്ച ഏക ജ്വല്ലറി തന്നെയാണ് സുൽത്താൻ ജ്വല്ലറി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും ഉടമകളും അതുപോലെ സ്റ്റാഫ് അംഗങ്ങളുടെയൊക്കെ ലളിതമായ പെരുമാറ്റവും അതുപോലെ വിശ്വാസം ആർജിക്കുന്ന രീതിയിലുള്ള ബിസിനസ്സും എന്നെയും സത്യത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളടക്കം എൻ്റെ ഫാമിലി ഒരുപാട് ആളുകൾ സുൽത്താൻ ജ്വല്ലറിയെ കുറേ വർഷങ്ങളായി ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ആ വിശ്വാസം നിലനിർത്താൻ ഈ ജ്വല്ലറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും അതിൻ്റെ ഒരു ഗുഡ് വില്ല്, ആ വിശ്വാസത അത് ഈ വർഷങ്ങളായി അനുദിനം കൂടുതൽ വിശ്വാസം ആർജിക്കുന്ന രീതിയിൽ ഈ ജ്വല്ലറി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉടമകളായ റബ്ഷവും അതുപോലെ ബാക്കിയുള്ള ഡയറക്ടർമാർസും എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ ഈ ജ്വല്ലറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ കളക്ഷനുമായി ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി കളക്ഷനുമായിട്ടാണ് ഈ 15 ദിവസം എക്സിബിഷൻ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഈ സന്ദേശം എത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗോൾഡ് ഭാരവാഹികൾക്ക് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതാണ്. മാനേജർ ഞങ്ങൾ പറഞ്ഞു വീണ്ടും നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കുമെന്ന് പറഞ്ഞ സത്യമാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും. താങ്ക് യു. ഗോൾഡ് ഇന്ന് 18ലേറെ ബ്രാഞ്ചുകളിലായി കേരളത്തിലെയും കർണാടകത്തിലുമായിട്ട് നീണ്ടു വരുന്നു കിടക്കുകയാണ്. ഈ കാലയളവിൽ ഇത്രത്തോളം ഉന്നമനത്തിലെത്താൻ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങളും അതിലേറെ പിന്തുണയും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞത് എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർക്കുകയാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൽ വിശ്വസ്തത ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ ലവലേശം പോലും പിന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുടിവെള്ളത്തിന് ദാഹജലത്തിന് വേണ്ടി വലിയുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിർധനരായ രോഗികൾക്ക് അവർക്ക് എന്താണോ സഹായം വേണ്ടത് ആ സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ ജ്വല്ലറിയെ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയാൻ ഈ സന്ദർഭം പ്രിയപ്പെടുത്തുകയും. അച്ചുവിൻ്റെ പ്രിയ പത്നി സഹനാദ് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയിൽ സംബന്ധിച്ച ആ മഹൽ വ്യക്തിയെയും
ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പടരും തലോടും താനേ കഥ തുടരും ഇനിയോരം നനയുകയോ ദീപയിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ ഫോർ അൺവീലിംഗ്. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ മണികോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. ഗർവം നിലക്കട്ടെ പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ ഗർവം നിലക്കട്ടെ പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ സംഗീതം സാന്ദ്രമാ സായാഹ്നം സാക്ഷിയാ വീഴുന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങൽ ദീപയിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണികോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. നിലക്കട്ടെ പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ തിളക്കട്ടെ ഗർവം നിലക്കട്ടെ പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ സംഗീതം സാന്ദ്രമാ ആ വ്യക്തി നമ്മുടെ ഇളയ സാക്ഷിയാ നമ്മൾ അവളെയൊക്കെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ സഹോദരിമാരുടെയും നാട്ടുകാരെയും ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണമോ എല്ലാവരും അറിയിച്ചുകൊണ്ട് ഈ വിദ്വാനം ചെയ്യുന്ന ആ വ്യക്തി നമ്മുടെ ഇളയ മണികോപുര ശിഖരങ്ങൾ നമ്മൾ അവളെയൊക്കെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന ഒരുപാട് പുതുമയേറിയ ഐറ്റമുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ സഹോദരിമാരുടെയും നാട്ടുകാരെയും ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണമോ എല്ലാവരും അറിയിച്ചുകൊണ്ട് ഈ സംഗീതം സാന്ദ്രമാ സായാഹ്നം സാക്ഷിയാ വീറുന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങൽ ദീപയിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. ഓരോരുത്തരും ഇപ്പൊ കൈകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മണികോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. തിളക്കട്ടെ ഗർവം നിലക്കട്ടെ പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ തിളക്കട്ടെ ഗർവം നിലക്കട്ടെ പേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ സംഗീതം സാന്ദ്രമാ സായാഹ്നം സാക്ഷിയാ വീറുന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങൽ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു തീ പോലെ വരുമാവേശം സ്ഥിരയൊന്നാകെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്നേ മനസ്സിൽ മിന്നലാടുന്നുണ്ട് നെഞ്ചം താളമേകുന്നേ ലക്ഷ്യം നേടുവാനും നേരെ ദൂരം പോകണം
ഇന്ത്യ 1894 കൊച്ചിയെ കേന്ദ്രമാക്കി അബാദ് ഗ്രൂപ്പ് സ്ഥാപിതമാവുന്നു. 1931 മുതൽ ഇന്ത്യയുടെ ഭക്ഷ്യ സമുദ്രോൽപ്പന്നങ്ങൾ അന്തർദേശീയമായി എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യ സംരംഭകരായ അബാദ് ഗ്രൂപ്പ്. സീ ഫുഡ് എക്സ്പോർട്ട്, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, വിവിധങ്ങളായ ബിസിനസ് മേഖലകളിൽ അന്തർദേശീയമായി പ്രശസ്തിയാർജിച്ച അബാദ് ഗ്രൂപ്പ് ലോകോത്തരങ്ങളായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുന്നതിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡാണ് അബാദ് ഫുഡ്സ്. അത്യാധുനിക സാങ്കേതികവിദ്യയിൽ പരിപൂർണമായ ശുചിത്വത്തിൽ അതീവ ഗുണമേന്മ ഉറപ്പാക്കിയ ഭക്ഷ്യോൽപാദനവും വിതരണവും. 5000-ലധികം ഭക്ഷ്യവിഭവങ്ങളുമായി ലോക ജനതയോടുള്ള ഭക്ഷണപരമായ ഉത്തരവാദിത്വം ദശാബ്ദങ്ങളായി തുടരുന്ന അബാദ് ഫുഡ്സ് സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ദിനംതോറും 300 മെട്രിക് ടൺ സംസ്കരണശേഷിയുള്ള ഭക്ഷ്യോൽപ്പന്ന ഫാക്ടറികൾ. പതിനാറായിരം മെട്രിക് ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജുകൾ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ തനത് ഗുണം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നു. അബാദ് ഫുഡ്സ്, സെഞ്ച്വറീസ് ഓഫ് ട്രസ്റ്റ്. ഫിഷ് കാറ്റഗറിയിൽ മാത്രമായി 100-ലധികം പ്രോഡക്റ്റുകൾ. അതീവ സാങ്കേതിക തികവിൽ സൂക്ഷ്മതയോടെ ഫ്രീസ് ചെയ്യുന്ന മീനുകൾ മാത്രമേ ഫ്രഷായി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മത്സ്യങ്ങളുടെ യഥാർത്ഥ ടേസ്റ്റ് ലഭിക്കുന്നതിനായി കട്ടിംഗ് വളരെ വിദഗ്ധമായി ചെയ്യണം. റെഡി ടു കുക്ക് മാരിനേറ്റഡ് പ്രോഡക്റ്റുകൾ, സ്നാക്സ് പ്രോഡക്ട്സ്, റാപ്സ്. അബാദ് ഫുഡ് വെജിറ്റബിൾ വിഭാഗത്തിൽ 50-ലധികം പ്രോഡക്റ്റുകൾ തയ്യാറാക്കപ്പെടുന്നു. മീറ്റ് വിഭാഗത്തിൽ ബഫലോയും മട്ടനിലുമായി അനവധി പ്രോഡക്റ്റുകൾ. പൗൾട്രി വിഭാഗത്തിൽ ഡക്കിലും ചിക്കനിലും ടർക്കിയിലും കാടയിലുമായി നിരവധി പ്രോഡക്റ്റുകൾ. സ്ഥിരമായ ഗുണമേന്മ, സ്ഥിരമായ ലഭ്യത, സ്ഥിരമായ വില. 5000-ലധികം ഭക്ഷ്യോൽപ്പന്നങ്ങൾ. സീറോ വേസ്റ്റേജ്. അബാദ് ഫുഡ്സ്, ദ ഹൗസ് ഓഫ് വേൾഡ് ക്ലാസ് ഫുഡ്സ്. കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നടത്ത SIR ലിസ്റ്റിൽ ഇല്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാന SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. പിന്നെ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക.
ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.